ഹായ്, സലീം വ്ളോഗ് എന്നാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും മാധ്യമപ്രവർത്തകർ കൂടിയിട്ടുണ്ട്. നമുക്ക് ഈ വാർത്താ സമ്മേളനം ഒന്ന് കാണാം. ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനിനിറം, പിണറായി വിജയന്റെ പോലീസിന്റെ തനിനിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട കഥയാണ് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിലുണ്ടായിരുന്നത്. ഈ അതിക്രമം ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി നിസാരമായ ഒരു കാര്യത്തിന് ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് അറിഞ്ഞ ഗർഭിണിയായ ഭാര്യയാണ് കുഞ്ഞുങ്ങളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നത്. അവരുടെ മുമ്പിൽ വെച്ചും ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് അവർ ബഹളമുണ്ടാക്കിയത്. അപ്പോൾ അവരോടും ക്രൂരമായിട്ടാണ് അവരെയും മർദ്ദിച്ചത്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയെ, കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് 2024 ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ്. അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ് മുഖ്യമന്ത്രി ഇത് ഒളിച്ചുവെച്ചത്. എന്നിട്ട് അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. അന്വേഷണം നടത്തിയിട്ട് തെറ്റായ വിവരമാണ് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പോലും അറിയാനുള്ള സംവിധാനം ഒന്നുകിൽ കേരളത്തിലെ പോലീസിലില്ല. ഇനി എല്ലാ ക്യാമറകളുടെയും വാർത്താമാധ്യമങ്ങളുടെയും കണ്ണുകൾ വി.ഡി. സതീശനിലേക്ക്, പ്രതിപക്ഷ നേതാവിലേക്ക്. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും പിണറായി സഖാവിൻ്റെയും പ്രസക്തി ഇല്ലാതായി എന്ന് വാർത്താമാധ്യമങ്ങൾക്ക് മനസ്സിലായി. ഇടതു സർക്കാരിന് ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ടൊക്കെ തന്നെ ഇനി കുറച്ചു കാലം പ്രതിപക്ഷ നേതാവിൻ്റെയും UDFൻ്റെയും പിന്നാലെ ഈ മാധ്യമങ്ങളുണ്ടാകും. ഒന്നിനു പുറകെ ഓരോന്നായി പുറത്തു വരുന്ന അഴിമതി കഥകളും പോലീസ് അക്രമങ്ങളും ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ഇല്ലാതാക്കിയെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ള കാലം പ്രതിപക്ഷത്തിൻ്റെ കാലമാണ്, UDFൻ്റെ കാലമാണ്. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം.